ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിൽ സൗദാമിനി അമ്മ ആകെ സങ്കടത്തിലാണ് കേട്ടോ. വീട്ടിൽ ആരൊക്കെയോ വരെയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്നൊന്നും അകത്ത് കിടക്കുന്ന കിടപ്പിൽ അറിയാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കിടന്ന് ഉച്ചത്തിൽ കിടന്ന് വിളിക്കുകയാണ് കേട്ടോ. അതും കേട്ടുകൊണ്ട് കമല അകത്തേക്ക് കയറി വന്നിട്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്തിനാ തള്ള ഇവിടെ കിടന്ന് ഇങ്ങനെ അലറി വിളിക്കുന്നത്? എടി, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്ത് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്? അവരുടെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ എന്തായി? ജാമ്യം കിട്ടുമോ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ്. ജാമ്യം കിട്ടുമോ ഇല്ലേന്നൊന്നും അറിയാൻ വയ്യ. ഇതിപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് മാത്രമേ മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. നാശം പിടിക്കാനായിട്ട് എല്ലാം എൻ്റെ വിധി. എടി, മക്കളെ വളർത്തുമ്പോൾ മര്യാദയ്ക്ക് വളർത്തണമായിരുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എന്ന് സൗദാമിനി അമ്മ പറയുമ്പോൾ അത് ശരി, അപ്പോൾ എൻ്റെ കുറ്റമാണല്ലേ, ഞാൻ വളർത്തിയതിൻ്റെ കുറ്റമാണ്. ഇവിടെ ഒരുത്തി കയറി വന്നല്ലോ, അലീന കുലീന, അവൾ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എടി, അവളെ എന്നാ ചെയ്യാനാ? നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? അവൾ കടപ്പാട്ടിരുന്ന് അവൾ നിൻ്റെ മോനെ കുത്തി ഇളക്കി കൊണ്ടുപോയോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? സ്വന്തം തെറ്റ് മറിക്കാനായിട്ട് വേറൊരാളുടെ തലയിൽ അങ്ങ് വെച്ച് കൊടുക്കണമല്ലേ? ദേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പിന്നെ കൂടുതൽ അങ്ങ് എൻ്റെ മോനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മോളുടെ മകനും ഉണ്ടല്ലോ രോഹിത്ത്, അവനും ഇതിൽ പങ്കാളിയാണ്. എടി, അവനൊരു പാവം ചെക്കനാ. അവനെ ഇതിലേക്ക് വലിച്ചഴിച്ചത് നിൻ്റെ മോൻ ഹരി തന്നെയാണ്. പലതവണ അവന് താക്കീത് കൊടുത്തിട്ടുണ്ട് ഇവൻ്റെ കൂടെ കൂട്ടുകൂടരുതെന്ന്. എന്നിട്ടും അവൻ കേട്ടോ? ഓ, ഇപ്പോൾ എൻ്റെ മോൻ മാത്രമായല്ലേ കുറ്റം? നിങ്ങളുടെ മകളുടെ മകനൊക്കെ നല്ല ഭയങ്കര കാര്യമെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹരിയെ ചീത്താക്കുന്നത് ആ രോഹിത്താണ്. ഓ, അത് ശരി. ഇപ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുഷ്യനിവിടെ തല പുകഞ്ഞാൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കമല ആ അമ്മായി അമ്മയ്ക്ക് ശരിക്കും വഴക്കൊടുക്കാട്ടോ. അവരവസാനം പറയുന്നുണ്ട്, കോടതി കൊണ്ടുപോയി ജാമ്യം കിട്ടുകയാണെങ്കിലും എന്താണെങ്കിലും നീ എന്നെ ഒന്ന് അറിയിക്കണേ. ഓ, അറിയിച്ചോളാം. പിന്നെ ശിവനും രാജീവിനൊക്കെ അവർ വന്നുടനെ ഇവിടെ വന്ന് അമ്മയോട് പുന്നാരം പറയാനല്ല ഇപ്പോൾ ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ മക്കളെ എങ്ങനെയെങ്കിലും ഇറക്കണം, അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് പുറത്തേക്ക് പോകണുണ്ട് കേട്ടോ. ഈ സമയത്ത് അപ്പോൾ നമ്മുടെ ബൈജയും ഫോണിൽ വിളിക്കുന്നുണ്ട് കമലേനെ, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമലയും പറയാനുണ്ട്, ഒന്നും ആയിട്ടില്ല. പിന്നെ ശിവേട്ടനും അതുപോലെ രാജീവൊക്കെ അവിടെ വന്നില്ലേ, അപ്പോൾ നിനക്ക് പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കാം. എന്താ കമലെത്തി, അവരോടൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞാലോട്ട് അവർ കേൾക്കത്തുമില്ല. സാരമില്ല, എന്തായാലും അവരൊക്കെ വിചാരിച്ചാൽ നടക്കത്തില്ലേ? കമലെടുത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. അന്ന് അലീനയുടെ പ്രശ്നത്തിൽ വീട്ടിൽ വന്ന ചില പാർട്ടി പ്രവർത്തകരെ, അവരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമല പറയണ, അതേ വൈജയ്, സാധാരണ ഒരു കേസ് പോലെയല്ല. ഞാൻ വീട്ടിൽ വിളിച്ചു പോയി എൻ്റെ അച്ഛൻ എന്താ പറഞ്ഞതെന്നറിയോ? ഈ കാര്യവും പറഞ്ഞ് നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. പകരം നീ അവിടെ മര്യാദയ്ക്കിരിക്കുക. നാണം കേട്ട ഒരു കേസായത്, ഞങ്ങളിതിൽ ഇടപെടില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈജ പറയുന്നുണ്ട്, പാവമായിരുന്നു എൻ്റെ രോഹി. ഈ ഹരിയുടെ കൂടെ കൂട്ടുകൂടിയതിന് ശേഷമാണ് രോഹിത് ഇങ്ങനെ ആയതെന്ന് പറയുമ്പോൾ കമലയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. കമല പറയുന്നുണ്ട്, അതെ, നീ പറയും പോലെയല്ല കാര്യങ്ങൾ. ഇവിടെ ഹരിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. രോഹിത്താണ് അവനെ ഓരോ കാര്യങ്ങൾക്കും വലിച്ചെഴിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പം നടന്ന ഈ പ്രശ്നത്തിൽ പോലും രോഹിത്താണ് ഹരിയെ കൊണ്ടുപോയതെന്ന് കമല പറയാണ്. അവസാനം വൈജ പറഞ്ഞുകൊണ്ട്, അതിന് ഈ സംഭവം നടന്ന ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഹരിയുടെ കാമുകിയായിരുന്നില്ലേ? ഹരിയല്ലേ വിളിച്ചുകൊണ്ട് പോയി ഏതോ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്നും പറഞ്ഞ് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയത്? പിന്നാലെയല്ലേ മറ്റുള്ളവരെല്ലാവരും ചെന്നത്? അപ്പം നിൻ്റെ മോൻ നല്ലവനും എൻ്റെ മോൻ മോശം എന്നാണോ നീ പറയുന്നത് എന്ന് കമല ചോദിക്കാട്ടോ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്തൊക്കെയായാലും എൻ്റെ മോൻ്റെ ഭാവി പോയി, നിങ്ങളുടെ മോൻ കാരണം ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വൈജയും കമലയും കൂടെ ചെറുതായിട്ട് ഉടക്കിയിട്ടാണ് ഫോൺ വെക്കുന്നത് കേട്ടോ. അങ്ങനെ കമലയ്ക്ക് ഇരിപ്പുറപ്പേ ഇല്ല. ഇനിയിപ്പോൾ അടുത്ത കാര്യം എന്താണെന്ന് അറിയണമല്ലോ. ഈ സമയത്ത് കോടതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 4 പേരെയും കൂടെ ഇറക്കിക്കൊണ്ട് വരുവാണ്. ബാക്കി ഹരി ഉൾപ്പെടെ 3 പേരും പുറത്തേക്ക് ഇറങ്ങുന്നെങ്കിലും രോഹിത് ഇറങ്ങാൻ ഇച്ചിരി മടി കാണിക്കാട്ടോ. അങ്ങനെ പോലീസ് ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് വരാൻ ഇത്ര മടി, ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് രോഹിതിനെയും കൂടെ പിടിച്ച് പുറത്തേക്ക് തള്ളുന്നുണ്ട്. അവരെ എല്ലാവരും കൂടെ ആ ഒരു പോലീസ് വാനിലേക്ക് കയറ്റുകയാണ്. പക്ഷേ നാട്ടുകാരെല്ലാം അവിടെ വന്നങ്ങോട്ട് വളയാൻ തുടങ്ങിയിട്ടോ. എന്നിട്ട് ഇവന്മാരെ ഇങ്ങോട്ട് ഇറക്കി വിട് സാറേ, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരെല്ലാം കൂടി കൂടാണ്. ഇവരൊക്കെ എങ്ങനെയൊക്കെയോ ആളുകളെയൊക്കെ വകഞ്ഞു മാറ്റി പോലീസ് ആ വലിയൊരു വാനിലേക്ക് ഈ 4 പ്രതികളെയും കൂടെ കയറ്റുകയാണ് കേട്ടോ. പക്ഷെ അവരിലൊക്കെ വന്ന് അടിക്കുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആൾക്കാർ. അവിടെയൊക്കെ തരണം ചെയ്തിട്ട് ഇവർ നേരെ കോടതിയിലേക്ക് കൊണ്ടുപോവാണ്. ആ സമയത്താണ് അവിടെ
നമ്മുടെ രാജീവനും ശിവനും കൂടെ വരുന്നത്. പക്ഷേ അവർക്കവിടെ എന്തായാലും ഇറങ്ങാൻ നല്ല ഭയമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇവരകത്തേക്ക് കയറാതെ കാറ് പുറത്തേക്ക് ഇട്ടിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഇവരുടെ മുന്നിൽ കൂടെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. തൊട്ടുപുറകെ ഇവർ കാറിലേക്ക് പോകുന്നുണ്ട്. ഒരു വക്കീലിനെ കണ്ട് ജാമ്യം എടുക്കണമല്ലോ, അതിനു വേണ്ടി കോടതിയിലേക്ക് പോവാണ്. പോകുന്ന വഴി കമലെ വിളിക്കാനുണ്ടോ, ശിവേട്ട കാര്യങ്ങളൊക്കെ എന്തായെന്ന്. അപ്പോൾ ശിവനാണെങ്കിൽ കാറിനകത്തായതുകൊണ്ട് തന്നെ സ്പീക്കർ ഫോണിലാണ് ഫോൺ ഇടുന്നത്. ആ സമയത്ത് ശിവൻ പറയുന്ന കാര്യങ്ങൾ എന്താവാനാ, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലാതെ എന്ത് പറയാൻ, ജാമ്യം കിട്ടുമോ, കോടതിയിലെത്തിയോ, അവരെ കൊണ്ടുപോയോ, ഇങ്ങനെ പല ചോദ്യങ്ങളാണ് കമല ചോദിക്കുന്നത്. ശിവന് നല്ല ദേഷ്യമുണ്ട്. ശിവൻ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കമലേ, വലിയ പാടാ. അല്ല നിങ്ങൾ വിചാരിച്ചാൽ പറ്റത്തില്ലേ, എന്ത് പറ്റുന്നു, ഇത് നാറ്റ കേസാണ്, അല്ലെങ്കിൽ തന്നെ പെട്ടെന്നൊന്നും ഇറങ്ങി വരാൻ പറ്റില്ല. നമ്മുടെ ഹരിക്ക് ആരാ ഉള്ളത്, നമ്മുടെ മക്കൾക്ക് നമ്മളല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയാട്ടോ കമല. അപ്പോൾ തന്നെ ശിവന് ദേഷ്യം വന്നിട്ട് പറയണ്ട, ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു, ഇപ്പോഴല്ല ആലോചിക്കേണ്ടത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു, മക്കളെ വളർത്തുമ്പോൾ നേരിച്ചയോ വളർത്തണമായിരുന്നടി, അവൻ ചെയ്യുന്ന കാര്യത്തിനെല്ലാം നീ എന്തിനാ നല്ലത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്തായി കാര്യങ്ങൾ, ഇപ്പം ഞാനായല്ലേ കുറ്റക്കാരി. ഇപ്പോൾ അമ്മയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ്റെ ചില സ്വഭാവങ്ങൾ മക്കൾക്കും കിട്ടും, അതുപോലെ തന്നെ ഇപ്പം കിട്ടിയിരിക്കുന്നത്, അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി എന്നും പറഞ്ഞ് അവർ തമ്മിൽ ഉടക്കി ഫോൺ വയ്ക്കണം കേട്ടോ. അവസാനം ശിവന് ദേഷ്യം വന്ന് ഫോണ് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് കമല ആലോചിക്കുന്നുണ്ട്, മക്കൾ തെറ്റ് ചെയ്താൽ അമ്മയ്ക്കാണല്ലോ കേടത്രയും എന്നും പറഞ്ഞ് കമലയും ദേഷ്യം പിടിച്ച് പോവാണ്. ഈ സമയത്ത് കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേന് അവിടെ ആ നാട്ടിലെ ആൾക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും പിന്നെ പത്രപ്രവർത്തകരും പോരാഞ്ഞിട്ട് ഈ കുട്ടി പഠിച്ച സ്കൂളിലെ മാഷന്മാരും ടീച്ചർമാരും അവിടെയുള്ള എല്ലാ കോളനിയിലാണല്ലോ കുട്ടിയുടെ വീട്, എല്ലാ ആൾക്കാരും ആ കോടതി വളപ്പിലെത്തിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർ തിരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ സമയം മുതൽ ഇവിടെ കൂട്ടം കൂട്ടി നിൽപ്പുണ്ട് കേട്ടോ എല്ലാവരും. ഇവർ വന്നുടനെ എന്തായാലും വാനിൽ നിന്ന് ഇവരെ ഇറക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു അടിയെങ്കിലും കൊടുക്കണം, കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് ആണും പെണ്ണും ഒക്കെ കൂടി നിൽക്കുകയാണ്. പോലീസുകാർ ഈ വാൻ അവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ തന്നെ CAയും SI ഒക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അവിടെ പരിസരമൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾ വളരെ ക്രിറ്റിക്കലാണ് കാര്യങ്ങൾ, അതൊന്നും കുഴപ്പമില്ല സാർ, ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് പറയാട്ടോ. ആവശ്യത്തിനുള്ള ഫോഴ്സുകളൊക്കെ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ടെന്ന്. അങ്ങനെ കോടതി വളപ്പിൽ കാറും നമ്മുടെ വാനും വന്ന് നിൽപ്പുണ്ട്. അത് ആൾക്കാരെല്ലാം കൂടെ വണ്ടി വളയുവാണ്. അകത്തിരുന്ന് രോഹിത്തും ഹരിയും മറ്റു രണ്ടോമാരും കൂടെ ആകെ പേടിക്കാൻ കേട്ടോ. ഇവന്മാരെ മുന്നിലെങ്ങാനും ഇവരിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ചവിട്ടി കൂട്ടും. അതുകൊണ്ട് ഇവർക്ക് ഇറങ്ങാൻ തന്നെ ഭയങ്കര ഭയമാവാണ്. അവസാനം വല്ല ഇതേനെയും പോലീസുകാരെല്ലാവരും കൂടെ ആൾക്കാരെ വകഞ്ഞു മാറ്റി ഇവർ 4 പേരെയും പുറത്തിറക്കാണ്. ഇങ്ങോട്ട് വിട് സാറേ, അവന് ഞങ്ങളൊന്ന് കൈകാര്യം ചെയ്യട്ടെ, ഒരു ചവിട്ടെങ്കിലും കൊടുക്കട്ടെ, അല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ തോണ്ടയും പിച്ചയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ കൂടെ ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഈ സമയം തൊട്ട് പുറകെ പോലീസ് വാനിൻ്റെ പുറകെ തന്നെ ശിവനും രാജീവനും കൂടെ കാറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് നേരം അവർ കാതു നിന്നെങ്കിലും നമ്മുടെ രാജീവൻ പറയുന്നുണ്ട്, നമുക്ക് പതുക്കെ ഇറങ്ങി ചെന്നാലോ. അപ്പോഴാണ് ശിവൻ പറയണത്, ഇതൊക്കെ എന്തായാലും ആ ബാലചന്ദ്രനും കൂടെ നേരിടേണ്ട കാര്യമാണ്. തക്ക സമയത്ത് അവൻ അറ്റാക്ക് വന്ന് ആശുപത്രിയിലാണ്ട് അവൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിലേ ഇപ്പം അവനും കൂടെ വരേണ്ടതല്ലായിരുന്നോ. എല്ലാവരും ഓരോരോ കാര്യങ്ങൾ, ഞങ്ങൾ മാത്രമായി അവസാനം. എന്തായാലും അങ്ങനെയൊന്നും പറയല്ലേ ശിവേട്ട, നമ്മുടെ മക്കളായി പോയില്ലേ, അവന്മാരെന്തായാലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അവർക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ വരാൻ പാടില്ല. എന്തായാലും റിമാൻഡ് ചെയ്താലും കുഴപ്പമില്ല. പോലീസുകാരന്മാർ ഇനിയും അവരെ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അധികം അടിക്കാതെ നോക്കണമെങ്കിൽ അവർക്ക് ആളുണ്ടെന്നുള്ളത് അറിയണം. അതിനു വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. പിന്നെ വക്കീലിനെ കാണണ്ടേ, നമുക്ക് ജാമ്യം എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, ജാമ്യം കിട്ടുമെന്ന് സംശയമാണ്. എന്നാലും നമ്മുടെ കടമ ചെയ്യണ്ടേ ശിവേട്ട, നമുക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം. അങ്ങനെ കുറച്ചൊന്ന് അടങ്ങി കഴിയുമ്പോൾ തന്നെ ആൾക്കാരുടെ കൂട്ടം കാണുമ്പോൾ ഇവരാകെ പേടിച്ച് പോയിട്ടോ. അവരൊന്ന് ഒതുങ്ങുമ്പോൾ തന്നെ ഇവരകത്തേക്ക് കയറി ചെല്ലാണ്. അപ്പോൾ വക്കീലിനെ കാണുകയാണ്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇപ്പോൾ ഇതൊക്കെ കുറച്ച് നേരത്തെ ഇതേ ഉള്ളൂ, അവർക്ക് പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഈ നാട്ടുകാർ അങ്ങോട്ട് തിരിഞ്ഞോളും. പിന്നെ നിങ്ങളും കുറേ കാര്യങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മറക്കും. ഇപ്പോഴത്തെ ഒരു ചൂടിലുള്ള ബഹളങ്ങളാണ് ഇതെല്ലാം. വക്കീലന്മാർ മാത്രം ഇതെല്ലാം ഓർത്ത് വയ്ക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ കേസ് ഫയൽ ചെയ്യണമല്ലോ, പിന്നെ കാശും കിട്ടണമല്ലോ, അതുകൊണ്ട് അവർ ഓർത്ത് വയ്ക്കും. ബാക്കി എല്ലാവരും അങ്ങ് മറക്കും. പിന്നെ ഇവിടെ വരാന്തയിൽ വേണം ഇവന്മാരെ നിർത്താൻ. അവിടെ കോടതി വിളിക്കുമ്പോൾ മാത്രമേ അകത്ത് കയറ്റാവൂ. പക്ഷേ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നുള്ളതുകൊണ്ട് അവന്മാരെ അങ്ങോട്ട് മാറ്റിയത്. ഇപ്പം തന്നെ ഇവന്മാരെ തോണ്ടയും പിച്ചയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ, നമ്മുടെ മക്കളെയോ എന്ന് രാജീവൻ ചോദിക്കുന്നുണ്ട്. അതെ, അവന്മാരെ തന്നെ. സാരമില്ല,
പിന്നെ ഇതിപ്പോൾ എന്തായാലും ഒരു പോക്സോ കേസിലേക്ക് പോയിട്ടുണ്ട്. കാരണം +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണല്ലോ, പ്രായപൂർത്തിയായിട്ടുമില്ല. നമുക്ക് വേറെ വകുപ്പൊക്കെ ഉണ്ട്, അതുവഴി നോക്കാം. പക്ഷേ ഇപ്പം ചിലപ്പോൾ ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം നമുക്ക് എങ്ങനെയെങ്കിലും അടുത്ത ജാമ്യം എടുക്കാം. നിങ്ങൾ ടെൻഷൻ ആവണ്ട, പേടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർക്ക് സമാധാനം കൊടുക്കാനായിട്ട് വക്കീൽ. അങ്ങനെ ഇവർ കോടതി അകത്തേക്ക് കയറ്റുകയാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരെല്ലാം വാർത്തയായിട്ട് വാർത്താ ചാനലുകൾ മുഴുവനും ഈ കാര്യങ്ങളിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ നിന്നും കൂടെ നമ്മൾ ഗ്രേസമ്മയും രേവതിക്കുട്ടിയും മാമച്ചനും ഒക്കെ വാർത്ത കാണുക കേട്ടോ. അവരാകെ ടെൻഷനിലാണ്. കാരണം അലീനയുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളല്ലേ, അലീനയുടെ സ്വന്തം സഹോദരനുമാണല്ലോ രോഹിത്ത്. അങ്ങനെ രേവതിക്കുട്ടിയൊക്കെ വലിയ ഒരു സങ്കടത്തിൽ ആ വാർത്തകൾ കാണുക കേട്ടോ. ആകെ പേടിയുണ്ട്. ആൾക്കാരുടെ ഈ ഒരു ബഹളവും കൂട്ടവും ഒക്കെ കാണുമ്പോഴും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോൾ അങ്ങനെ അവരെല്ലാവരും കൊണ്ട് അവിടെ ഇരുന്ന് കാണുകയാണ് വാർത്തയൊക്കെ. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ആശുപത്രിയിലും തന്നെയാണ്. ഫോണോ മാധ്യമങ്ങളോ വേറെ പത്രങ്ങളോ ഒന്നും ബാലചന്ദ്രന് കിട്ടാത്തത് കൊണ്ട് തന്നെ സ്വൈര്യമായിട്ട് ആശുപത്രിയിലുണ്ട്. ഇതൊക്കെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്